നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആബ്സല്യൂട്ട്ലി റെഡി. 2027 വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് വിളിച്ചാൽ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭുവനേശ്വർ കുമാർ നൽകുന്നത്. ആബ്സല്യൂട്ട്ലി റെഡി. ഇതിനു മുമ്പ് ഭുവിക്ക് ഇന്ത്യൻ ടീം അടുത്തു, ഇനി ടീം ഇന്ത്യയിലേക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഭുവനേശ്വർ കുമാർ മറുപടി പറയുന്നുണ്ട്. 36 വയസ്സുണ്ട് താരത്തിന്. ഇപ്പോൾ UP T20 ലീഗ് കളിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു ചോദ്യം. അദ്ദേഹം പറയുന്നു, എന്നെ ടീമിലേക്ക് എടുത്താൽ അങ്ങനെ ഒരു കോള് വന്നാൽ ഞാൻ എന്തിനു വേണ്ടെന്ന് പറയണം? വൈ വുഡ് ഐ സേ നോ ഇഫ് ഐ ഗെറ്റ് എ കോൾ? ആബ്സല്യൂട്ട്ലി റെഡി. വേൾഡ് കപ്പ് കളിക്കാൻ ആബ്സല്യൂട്ട്ലി റെഡിയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുകയാണ്, ഹോണസ്റ്റ്ലി എനിക്ക് ഇപ്പം എക്സാക്ട്ലി എത്രത്തോളം ഞാൻ റെഡിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഞാനിവിടെ UP T20 ലീഗ് കളിക്കാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു അനദർ ലെവലിലേക്ക് പോകാനോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നമ്മൾ IPL കളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, ടീം വിജയിക്കണം എന്നൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ വന്നിരിക്കുന്ന UP T20 ലീഗ് കളിക്കുന്നത് ഏതെങ്കിലും ടീമിലേക്ക് ഇടം ലഭിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സെലക്ഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഹൗ പ്രിപ്പയർഡ് ഐ ആം എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിൽ ഞാൻ എത്രത്തോളം പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്നുള്ളത് ഞാനല്ലോ തീരുമാനിക്കട്ടെ. ഞാൻ കളിക്കും. ദി റെസ്റ്റ് ഈസ് ദി സെലക്ടേഴ്സ് കോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 36 വയസ്സുണ്ട് താരത്തിന്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഏകദിന മത്സരം കളിച്ചത് 2022 ODIയും T20I ഫോർമാറ്റ്സിലുമായിട്ട് 2022 ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് 32 വയസ്സ്. അതേസമയം അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം അവസാനമായിട്ട് കളിക്കുന്നത് 2018 ഇനിയിപ്പോൾ മിക്കവാറും ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ളൊരു മടങ്ങി വരവ് സാധ്യത കുറവാണ്. രഞ്ജി ട്രോഫി തന്നെ കളിക്കുമോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുമില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, രഞ്ജി ട്രോഫിയിലേക്കൊക്കെ ഇനിയും ആവശ്യത്തിന് സമയമുണ്ടല്ലോ, പ്ലൻറ്റി ഓഫ് ടൈം ആൻഡ് എ ലോട്ട് ഓഫ് ക്രിക്കറ്റ് ടു ബി പ്ലേഡ് ബിഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കഴിയാവുന്ന അത്ര ക്രിക്കറ്റ് കളിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്നുകൂടി ഭുവനേശ്വർ കുമാർ പറയുന്നുണ്ട്. ഏതായാലും ദിനേശ് കാർത്തിക്, രവിചന്ദ്രൻ അശ്വിൻ, രവി ശാസ്ത്രി തുടങ്ങിയവരൊക്കെ ഭുവനേശ്വർ കുമാറിനെ ODI സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്നവരാണ്. എന്ത് സംഭവിക്കും ആ കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.